ഹലോ ഗൈസ്, വെക്കേഷനായിട്ട് എന്താ പരിപാടി? ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സജഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. അതിന് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കായൽ ഉല്ലാസയാത്ര. ഞങ്ങൾ ഇന്ന് 5 പേര് കായൽ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് JK റോയൽ ക്രൂസ് ആണ്. പറയാതിരിക്കാൻ വയ്യ, കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു JK റോയൽ ക്രൂസിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ യാത്ര ആരംഭിച്ചത് കൊല്ലം ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ബോട്ട് ജെട്ടിയിലാണ്. കൃത്യം 10 മണിക്ക് തന്നെ ബോട്ട് എടുക്കുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയിച്ചിരുന്നു. അതിൻ പ്രകാരം ഞങ്ങൾ 9:30 മണി കഴിഞ്ഞതിന് ശേഷം കൊല്ലം ബോട്ട് ജെട്ടിയിലേക്ക് എത്തി. അവിടെ ഞങ്ങൾ ആദ്യം ബോട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരുപാട് പ്ലേസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് ഷോ ഒക്കെ കാണിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ടും ബോട്ടിൻ്റെ അകത്തേക്ക് കയറി. ഒരു 9-9:45 ആയപ്പോഴേക്കും നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറി. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ലോവർ ഡെക്ക്. ഇത് ഫുള്ള് AC ആണ്. അതിനകത്ത് കയറുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുമ്പായിട്ടേക്ക് നടക്കുമ്പോഴേക്കും 2 റൂംസ് അവൈലബിൾ ആണ്. റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ ഫ്രഷ് ആവേണ്ടവർക്ക് ഫ്രഷ് ആവാനും വേണ്ടിയിട്ടുള്ള റൂംസ് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ 2 വാഷ് ബേസിനും കിച്ചനും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ താഴത്തെ ലോവർ ഡെക്കിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പ്രധാനമായിട്ടും വാഷ്റൂമും റൂംസും എല്ലാം അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പർ ഡെക്കിലേക്ക് കയറുകയാണ്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് അപ്പർ ഡെക്കിലേക്ക് കയറുകയാണ്. അപ്പർ ഡെക്ക് എന്ന് പറയുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഓപ്പൺ ആയിരുന്നു. എല്ലാ ആളുകളും അവിടെയാണ് കൂടുതലായിട്ടും വന്നിരുന്നത്. സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ഞങ്ങളുടെ യാത്രകൾ വളരെ കുറവാണ്. ആ കൂട്ടത്തിലുള്ള ഒരു യാത്രയായിരുന്നു ഇതും. ഒരുപാട് പരിചയമില്ലാത്ത മുഖങ്ങളായിരുന്നു ഞങ്ങൾ അവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടത്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, മുതിർന്നവരുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ രീതിയിൽ നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്തു. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഹൗസ് ബോട്ട് ഒരുക്കുന്നുണ്ട്. ഗെയിംസും എൻ്റർടൈൻമെൻറ്റും അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും ബോട്ടിൽ തന്നെ ഒരുക്കുന്നുണ്ട്. കാണാനായിട്ടും ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ അഷ്ടമുടി കായലിലൂടെയാണ് ഈ യാത്ര ചെയ്യുന്നത്. അഷ്ടമുടി കായലിൻ്റെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയും വിശാലമായിട്ടുള്ള, അത്രയും നീളമേറിയ അഷ്ടമുടി കായലിലൂടെ, ഏറ്റവും നീളമേറിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഏറ്റവും ആഴമേറിയതാണ് അഷ്ടമുടി കായൽ. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള അഷ്ടമുടി കായലിലൂടെയാണ് നമ്മുടെ ഈ സഞ്ചാരം. അപ്പോൾ ഹൗസ് ബോട്ടിൽ കയറിയതിന് ശേഷവും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു അവിടെ. നല്ല ഷോ ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒത്തിരി ആളുകൾ ഞങ്ങൾക്കന്ന് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. ഒത്തിരി ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഒരു 10 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിങ്ങനെ അഷ്ടമുടി കായലിലൂടെ ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് പോകുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഡ്രിങ്ക്, അതായത് വെൽക്കം ഡ്രിങ്ക് ഞങ്ങൾക്ക് കൊണ്ടു തന്നു. നല്ല തണുപ്പും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്ന നല്ല സൂപ്പർ ഒരു വെൽക്കം ഡ്രിങ്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് കുടിച്ചപ്പോൾ തന്നെ എല്ലാവരും വളരെ റിഫ്രഷ്ഡ് ആയി. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്ര നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള വെൽക്കം ഡ്രിങ്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിനുശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇതിപ്പോൾ കാണുന്നത് റാവിസ് ഹോട്ടലാണ്. ഇത് വിളക്കമ്മയുടെ സ്റ്റാച്ചു ആണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. അപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത ഫുഡ് ഐറ്റം എത്തി. കപ്പയും നല്ല മുളകിട്ട മീൻകറിയും അതുപോലെ ഉള്ളിച്ചമ്മന്തി. ഇത് 3ഉമാണ് ഞങ്ങൾക്കൊരു 11 മണിയോടുകൂടി അവർ പ്രൊവൈഡ് ചെയ്തത്. എടുത്തു പറയേണ്ടതാണ് ഉള്ളിച്ചമ്മന്തി. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കപ്പയും മുളകിട്ട കറിയും, അത് ആ കായലിന്റെ ആംബിയൻസ് ഇരുന്ന് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു. അതിനുശേഷം ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. ഓരോരുത്തരെയായിട്ട് അവർ വിളിച്ചു പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പാട്ടോ ഡാൻസോ ഒക്കെ കളിക്കാനായിട്ട് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഞാനും ഒരു പാട്ട് പോയി പാടി. ചിത്രം സിനിമയിലെ ദൂരെ കിഴക്കുതിക്കും ഈ പാട്ടാണ് ഞാൻ പാടിയത്. വലിയ ബോറില്ലായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും കൈയൊക്കെ അടിച്ചു. അതിനുശേഷം ഗെയിം സെഷൻ ആയിരുന്നു. പാസിംഗ് ദ പാർസൽ ആയിരുന്നു ഗെയിം. ഓരോരുത്തരുടെ കയ്യിലായിട്ട് ഇത് മ്യൂസിക് ഇട്ടിട്ട് ഓരോരുത്തരുടെ കയ്യിലായിട്ട് ഈ പാർസൽ കൈമാറാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടികളും മുതിർന്നവരും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലായിട്ട് ഈ പാർസൽ കിട്ടി. പ്രായഭേദമന്യേ എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് ഈ പാസിംഗ് ദ പാർസലിൽ പങ്കെടുത്തത്. ഈ പാർസലിൻ്റെ അകത്ത് ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ആദ്യം പറയണം. എല്ലാവരും തെറ്റിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ഉത്തരം അവസാനമാണ് അവർ പറഞ്ഞത്. ഓരോരുത്തരും ടിഷ്യൂ പേപ്പർ, ഞാൻ പറഞ്ഞത് ടിഷ്യൂ പേപ്പർ എന്നാണ്. പിന്നെ ഫ്ലവർ എന്ന് പറഞ്ഞവരുണ്ട്.
എം ടി ബോക്സ് ആണെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞു. പക്ഷേ കൃത്യമായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ അകത്ത് ശരിക്കും ഉണ്ടായിരുന്നത് നൈഫായിരുന്നു, നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്ന നൈഫായിരുന്നു. അങ്ങനെ ഗെയിം സെഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൺട്രോത്തുരുത്തിലേക്ക് പോകാൻ വേണ്ടി ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. മൺട്രോത്തുരുത്തിൽ പോകാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയ വള്ളം നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഈ ഹൗസ് ബോട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് മൺട്രോത്തുരുത്തും 2 സാമ്പ്രാണിക്കൊടിയും. മൺട്രോത്തുരുത്തിലേക്ക് പോകാൻ പെർ ഹെഡ് 100 രൂപയും സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകാൻ പെർ ഹെഡ് 150 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ആ പൈസ കൊടുത്തതിന് ശേഷം നമ്മൾ അവർക്ക് എണ്ണം നോക്കിയതിന് ശേഷം നമുക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ വള്ളം അവർ അറേഞ്ച് ചെയ്ത് നമ്മളെ അവർ മൺട്രോത്തുരുത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മളെല്ലാവരും പെർ ഹെഡ് 100 രൂപ, നമ്മൾ 5 പേരുണ്ടായിരുന്നു, ഞങ്ങൾ 500 രൂപ കൊടുത്ത് മൺട്രോത്തുരുത്തിലേക്ക് പോകാൻ റെഡി ആയിട്ട് ലൈഫ് ജാക്കറ്റും ഇട്ട് ബോട്ടിൻ്റെ അകത്തേക്ക് കയറി. ശരിക്കും പറഞ്ഞാൽ വളരെ കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് കേരളത്തിൽ 8 കണ്ടൽക്കാടുകളാണുള്ളത്. അതിൽ 3 കണ്ടൽക്കാടുകളും ഉള്ളത് മൺട്രോത്തുരുത്തിലാണ്. ഈ 3 കണ്ടൽക്കാട് വഴിയാണ് നമ്മുടെ ഈ യാത്ര. നമ്മൾ ഈ പോകുന്ന വഴി തന്നെ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് എല്ലാം നമ്മുടെ ഗൈഡ് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ ആണ് നമുക്ക് ഈ കണ്ടൽക്കാടുകളിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ തുരുത്തിലൂടെ പോകുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അത് ഒരു എന്താ പറയുക പ്രത്യേക തരം ഉന്മേഷം എല്ലാവർക്കും കൊടുത്തു. പോകുന്ന വഴിക്ക് നമ്മൾ കരിമീൻ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. ഈ അടുത്ത് റിലീസ് ചെയ്ത ബേസിൽ ജോസഫ് അഭിനയിച്ച പൊന്മാൻ എന്ന സിനിമയുടെ ചിത്രീകരണം നടന്നിരിക്കുന്നത് ഈ മൺട്രോത്തുരുത്തിന്റെ പരിസര പ്രദേശത്താണ്. ഇത് കരിമീൻ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇനി നമ്മൾ വീണ്ടും ആദ്യത്തെ തുരുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ 2ാമത്തെ കണ്ടൽക്കാടിലേക്കാണ് പ്രവേശിക്കുന്നത്. 2ാമത്തെ കണ്ടൽക്കാട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ 3ാമത്തെ കണ്ടൽക്കാടിലേക്ക് എത്തുന്നു. അതും കണ്ടതിന് ശേഷം നമ്മൾ നേരെ എത്തുന്നത് മൺട്രോത്തുരുത്തിലേക്കാണ്. മൺട്രോത്തുരുത്തിൽ ഈ ചെറിയ വെള്ളം അടുപ്പിച്ചതിന് ശേഷം നമ്മൾ ഓരോരുത്തരെയായിട്ട് അവര് താഴേക്ക് ഇറക്കും. ആദ്യം കുറച്ച് പേടിയുണ്ടെങ്കിലും പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒട്ടും പേടി തോന്നേണ്ട കാര്യമില്ല. കാരണം അത്ര ആഴമൊന്നുമില്ല, എല്ലാവർക്കും മുട്ടോളം വെള്ളം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന അത്ര വെള്ളം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആംബിയൻസും ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണ്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്തു. എല്ലാവർക്കും നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ശരിക്കും നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. അവിടെ ചെറിയ ചെറിയ കച്ചവടം ഉണ്ടായിരുന്നു, കുമ്പിളപ്പം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കരിക്ക്, ഉപ്പിലിട്ട അച്ചാറുകൾ, ഇങ്ങനെ പല സംഭവങ്ങളും അവിടെ വെക്കാനുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ട്രൈ ചെയ്തത് കുമ്പിളപ്പം, അഥവാ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് വയനയിലപ്പം എന്നാണ്. ഒരെണ്ണത്തിന് 10 രൂപയാണ് അതിൻ്റെ വില. അങ്ങനെ ഞങ്ങൾ 5 മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ഞങ്ങളത് പറയുകയും ചെയ്തു, നല്ല ടേസ്റ്റും മധുരവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു, എല്ലാവരും അത് ആസ്വദിച്ച് തന്നെ കഴിച്ചു. അങ്ങനെ കുറേ സമയം നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുമ്പിളപ്പമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാനുള്ള നമ്മുടെ ബോട്ട് റെഡിയായി. അങ്ങനെ ഞങ്ങൾ എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ JK റോയൽ ക്രൂസിലേക്ക് പോകുകയാണ്. തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം വേലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഹാറ്റ് പ്രൊവൈഡ് ചെയ്തു. നമ്മളെല്ലാം ലൈഫ് ജാക്കറ്റ് ഇട്ട് തിരിച്ച് നമ്മുടെ ക്രൂസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്രൂസിൽ പോയതിനു ശേഷം നമുക്കുള്ള ലഞ്ച് അവിടെ റെഡിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ക്രൂസ് എത്തി. നമുക്ക് വേണ്ട ലഞ്ച് അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ്, പരിപ്പ്, മോര്, ക്യാബേജ് തോരൻ, അവിയൽ, പയർ മെഴുക്കുവരട്ടി, ചിക്കൻ റോസ്റ്റ്, സാലഡ്, അച്ചാറ്, പപ്പടം, സ്പെഷ്യൽ കരിമീൻ ഫ്രൈ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിന്റെ സ്പെഷ്യൽ. അപ്പൊ ഈ സ്പെഷ്യൽ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ലോവർ ഡെക്കിലുള്ള നമ്മുടെ റൂമിലേക്ക് വന്നു. ഞങ്ങൾ ചെറിയ റീൽസ് ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾക്ക് അവർ തന്നത് കട്ട് ഫ്രൂട്ട്സ് ആണ്, പിന്നെ ഒരു ഐസ്ക്രീമും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് അവർ പ്രൊവൈഡ് ചെയ്തത്. പിന്നെ അങ്ങനെ ലഞ്ചും കട്ട് ഫ്രൂട്ട്സും ഐസ്ക്രീം എല്ലാം ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വേണ്ടിയിട്ട് അവരൊരു ഗെയിം സെഷൻ അറേഞ്ച് ചെയ്തു. ഇടത് കൈ കൊണ്ട് മഞ്ചാടിക്കുരു പറക്കണം, അതായത് കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. അവര് മേശപ്പുറത്ത് കുറച്ച് മഞ്ചാടി വിതറിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൈ കൊണ്ട്, ഇടത് കൈ കൊണ്ട്
നമ്മൾ മഞ്ചാടി പറക്കണം. ഏറ്റവും കൂടുതൽ മഞ്ചാടി പറക്കുന്ന ആരാണോ അവരാണ് വിജയി. അപ്പോൾ 3 റൗണ്ടായിട്ട് നടത്തി. ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ 5 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ കുട്ടികളും, മൂന്നാമത്തെ റൗണ്ടിൽ വേറെ കുറച്ച് ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ 3 റൗണ്ട് കളി ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ നിരന്ന് നിന്നതിന് ശേഷം ആക്ഷൻ കാണിച്ചിട്ട് ഫ്രണ്ടിലുള്ള ആൾ പറയണമല്ലോ, ആ ഗെയിമാണ് നമ്മൾ രണ്ടാമത് കളിച്ചത്. അത് 10 പേര്, ഞങ്ങൾ 10 പേരാണ് ആ ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഏറ്റവും അവസാനം വന്ന ആള് അത് ഓരോരുത്തരായിട്ട് അത് പാസ് ചെയ്ത് ആ ആക്ഷൻ റിക്രിയേറ്റ് ചെയ്യണം. ഇതായിരുന്നു ഗെയിം. അങ്ങനെ മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് നമ്മളെ പണ്ടത്തെ കളിയായിട്ടുള്ള കുളം കരയായിരുന്നു. 1 2 3 പറയും. ആ നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണം. അങ്ങനെ 10 പേരുണ്ടായിരുന്നു. അതിലും ആ പരിപാടിയിലും 10 പേരുണ്ടായിരുന്നു. കുറെ പേര് ഔട്ടായി. അവസാനം ഞങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു നമ്മൾ 3 പേരും തമ്മിൽ. അവസാനം നമ്മൾ അതിൽ ഒരാൾ വിജയിച്ചു. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആളാണ് വിജയിച്ചത്. പിന്നെ നമ്മൾ വീണ്ടും അഷ്ടമുടി കായലിലൂടെ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ചായയും വാഴയ്ക്കപ്പവും കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ യാത്ര അവസാനത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ യാത്ര ആരംഭിച്ചത് 10 മണിക്കാണ്. ഇത് അവസാനിക്കുന്നത് 5 മണിക്കാണ്. അങ്ങനെ 7 മണിക്കൂർ നീണ്ട യാത്ര ഒരു കേക്ക് കട്ടിങ്ങിലൂടെയാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒത്തുകൂടി കേക്ക് കട്ട് ചെയ്യുകയാണ്. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. എല്ലാവരും പാട്ടും ഡാൻസുമായിട്ട് ആഘോഷത്തിലാണ്. ഈ സമയത്ത് പാട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് അത് ആസ്വദിച്ച് കഴിക്കുന്നുമുണ്ട്. ഇനി ഞാൻ ഇതിൽ വരുന്ന എക്സ്പെൻസ് എത്രയാണെന്ന് പറയാം. JK റോയൽ ക്രൂസിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പെർ ഹെഡ് എനിക്കായ തുക 1500 രൂപയാണ്. അതിൽ 500 രൂപ നമ്മൾ ആദ്യമേ അഡ്വാൻസ് പേയ്മെന്റ് നടത്തണം. എങ്കിൽ മാത്രമേ അവർ നമുക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിടുകയുള്ളൂ. എന്നിട്ട് 1000 രൂപ നമ്മൾ പോകുന്ന എന്നാണോ അന്നത്തെ ദിവസം ബാക്കി പേയ്മെന്റ് നടത്തിയാൽ മതി. മൺട്രോ തുരുത്തിൽ പോകണമെങ്കിൽ അഡീഷണൽ 100 രൂപയും സാമ്പ്രാണിക്കൊടിയിൽ പോകണമെങ്കിൽ അഡീഷണൽ 150 രൂപയും കൊടുക്കണം. അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, ഈ ക്രൂസിൽ ഇരിക്കുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ സാമ്പ്രാണിക്കൊടിയിലോ മൺട്രോ തുരുത്തിലോ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. പോകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പൈസ കൊടുത്താൽ മതി. പോകുന്നില്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ തന്നെ ഇരിക്കാം. അവർ നമുക്ക് ബോട്ടിൽ മറ്റ് ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെയാണെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 1750 രൂപ വരും. പോകുന്നില്ലെങ്കിൽ പെർ ഹെഡ് 1500 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ മൺട്രോ തുരുത്ത് മാത്രമേ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ അഡീഷണൽ ആവും. സാമ്പ്രാണിക്കൊടി മാത്രമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 150 രൂപ അഡീഷണൽ ആവും. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന എക്സ്പെൻസ്. അവസാനം നമ്മളൊരു നാഷണൽ ആന്തത്തോട് കൂടിയിട്ടാണ് യാത്ര അവസാനിപ്പിച്ചത്. ശരിക്കും നിങ്ങളൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു കിഡിലൻ ഓപ്ഷനാണ് JK റോയൽ ക്രൂസ്. കാരണം അവർ നമുക്ക് തരുന്ന ഫുഡ് ആണെങ്കിലും ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് ഈ എമൗണ്ടിന് വെർത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വെക്കേഷൻ നല്ല രീതിയിൽ ഒരു ദിവസം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് JK റോയൽ ക്രൂസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.